ശാസ്ത്രലോകത്തിന് ആകാംക്ഷ നിറച്ച് ചന്ദ്രനിൽ ഇറങ്ങാൻ ശ്രമിച്ച അഥീന ലാൻഡർ പ്രതിസന്ധിയിൽ. അമേരിക്കൻ സ്വകാര്യ കമ്പനി ഇൻഡ്യൂറ്റീവ് മെഷീൻസിന്റെ പേടകമാണ് അഥീന. പേടകം ലാൻഡ് ചെയ്തെങ്കിലും നേരെ നിൽക്കുന്നില്ലെന്നാണ് വിവരം. പേടകം ഇന്ത്യൻ സമയം രാത്രി 11:01 ചന്ദ്രനിൽ ഇറങ്ങിയത്. പേടകത്തിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് ഊർജ്ജം സോളാർ പാനലുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നില്ല. പേടകവുമായുള്ള ആശയവിനിമയം ബുദ്ധിമുട്ടാണ്. ലാൻഡിങ്ങിനിടെ അഥീന ലാൻഡർ മറിഞ്ഞു വീണോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചോ എന്നും വ്യക്തമല്ല. ഇൻഡ്യൂറ്റീവ് മെഷീൻസിന്റെ ആദ്യ ചാന്ദ്ര ലാൻഡറായ ഒഡീസിയസ് കഴിഞ്ഞ വർഷം സമാന പ്രതിസന്ധിയിൽപ്പെട്ടിരുന്നു. ചന്ദ്രനിലിറങ്ങിയ ആദ്യ സ്വകാര്യ ലാൻഡറായിരുന്നു അഥീന. എന്നാൽ പേടകത്തിന്റെ കാലൊടിഞ്ഞ് മറിഞ്ഞു വീഴുകയായിരുന്നു. അഥീനയുടെ വിവരശേഖരം നാസയും ഇൻഡ്യൂറ്റീവ് മെഷീൻസും തുടരുന്നുണ്ട്. ഭാവിയിൽ മനുഷ്യനെ ഇറക്കാൻ പദ്ധതിയിടുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് അഥീന പേടകം ഇറക്കിയത്. 6 കാലുകളാണ് അഥീനയ്ക്കുള്ളത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് 160 കിലോമീറ്റർ ദൂരത്തായിരുന്നു ലാൻഡിംഗ് സ്ഥലം. എന്നാൽ ഇവിടുത്തെ സങ്കീർണമായ ഉപരിതലം അഥീനയുടെ സോഫ്റ്റ് ലാൻഡിംഗ് ദുർഘടമാക്കിയോ എന്നും സംശയമുണ്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ജലസാന്നിധ്യം കണ്ടെത്തുന്നതടക്കം 11 പേലോഡുകളാണ് അഥീനയിലുള്ളത്. ചന്ദ്രോപരിതലം തുരന്ന് ജലസാന്നിധ്യം അഥീനയിലെ പ്രൈം 1 എന്ന ഉപകരണം പരിശോധിക്കും. ചന്ദ്രോപരിതലത്തിൽ നിന്ന് 3 അടി താഴേക്ക് കുഴിക്കാനും സാമ്പിൾ ശേഖരിക്കാനും ഉപകരണത്തിനാകും. അഥീനയിൽ ആകെ 3 ലാൻഡറുകളും ഒരു ഹോപ്പറുമുണ്ട്. മാർച്ച് 2 അമേരിക്കയുടെ ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ ചന്ദ്രനിൽ വിജയകരമായി ഇറക്കിയിരുന്നു. 4 ദിവസത്തെ ഇടവേളയിൽ രണ്ടാമതൊരു പേടകം കൂടി ചന്ദ്രനിൽ ഇറങ്ങുന്നതിൽ വിജയിച്ചാൽ നാസയ്ക്കും ബഹിരാകാശ രംഗത്തെ സ്വകാര്യ കമ്പനികൾക്കും ചരിത്ര നേട്ടമായേനെ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.